ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ദൂരത്തെ ചാരത്തുമായി ഞങ്ങളെ ഗ്രഹിക്കുന്ന എല്ലാ സഹൃദരായ നല്ലവരായ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും മറ്റുള്ളവരോട് പറയുക. അതിന്റെ മനപ്പാഠവാക്യം നമുക്ക് നൽകിയിരിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. യെശയ്യാവ് 43:10. മഹാസംഭവത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് പ്രവൃത്തിയിൽ ഓരോ ആത്മാവും പരീക്ഷ നേരിടേണ്ടി വരും. ഈ അത്യാവശ്യ ഒരുക്കത്തിന്റെ വിശ്വസ്തതയിൽ നിന്നും സമ്പൂർണതയിൽ നിന്നും വിശ്വാസികളെ നിരന്തരം വശീകരിച്ച് സാത്താൻ അകറ്റിക്കൊണ്ടിരിക്കുന്നു. സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ പ്രവൃത്തി മുന്നേറുന്നു. യേശു വിശുദ്ധ മന്ദിരത്തെ ശുദ്ധീകരിക്കുന്നു. സ്വർഗത്തിലെ വേലയ്ക്ക് സമാനമാണ് ഭൂമിയിലേതും. യേശുവിലേക്ക് നോക്കുവാനും യേശുവിൽ ശ്രദ്ധ വെച്ച് അവിടുത്തെ ധ്യാനിക്കുവാനുമായി സ്വർഗത്തിലെ ദൂതന്മാർ, ജീവനുള്ള ദൈവിക സേവകർ മനുഷ്യജീവികളെ വലിച്ചെടുക്കുവാനായി നിത്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പൂർണ്ണത ദർശിച്ചിട്ട് അവരുടെ സ്വന്തം സ്വഭാവത്തിന്റെ അപൂർണത ബോധ്യമാകുവാൻ വേണ്ടി ആണത്. വാഗ്ദത്തം ചെയ്യപ്പെട്ട ആശ്വാസകൻ ക്രിസ്തു പ്രസ്താവിച്ചു, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഈ കാലത്തേക്ക് വേണ്ടിയുള്ള ദൂതിന്റെ ചിന്താഭാരം അത് ആണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ക്രിസ്തുവിനെ അറിയുവാനും ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നതെന്ന് ഇത്തരണത്തിൽ ചിന്തിക്കുവാൻ കൊണ്ട് സാധ്യമാകും. ഇന്ന് വേദപുസ്തകം പറയുന്നു, ലോകത്തിന്റെ സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ആയതുകൊണ്ട് ലോകത്തിന്റെ സ്നേഹിതരായിരിക്കുന്ന ഓരോ വ്യക്തികളെയും നോക്കി ദൈവം പറയുന്നത്, എന്റെ അടുക്കിലേക്ക് കടന്നു വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായ ദൈവിക സമർപ്പണം ആത്മീയ ജീവിതത്തിൽ അനിവാര്യമാണെന്ന് ഇത്തരണത്തിൽ ചിന്തിക്കുവാൻ തക്കൊണ്ട് സാധ്യമായി തീരും. ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തുക എന്ന് പറയുമ്പോൾ ക്രിസ്തുതുല്യമായ ജീവിത സാഹചര്യങ്ങളെ പടുത്തുയർത്തുകൊണ്ട്, ക്രിസ്തുതുല്യമായ നിലവാരങ്ങളെ കെട്ടിയുയർത്തിക്കൊണ്ട്, ക്രിസ്തുതുല്യമായ അഭിപ്രായങ്ങളെ പടുത്തുയർത്തുകൊണ്ട് ക്രിസ്തുവിന് സമാനതരായി തീരുവാൻ തക്കോണം ക്രിസ്തുയേശുവിലുള്ള അതേ വിശ്വാസം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമുക്കറിയാം, ഇന്ന് ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ലോകത്തിൽ വിശ്വാസത്തിന് യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന് കാണുവാൻ തക്കോണം സാധിക്കും. എന്നാൽ ഒരു ആത്മീയ വ്യക്തി എന്ന നിലയിൽ, ഒരു ആത്മീയ മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതായ പരമപ്രധാനമായ ഒരു ദൗത്യം നമ്മളിൽ ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. ക്രിസ്തുവിലായിത്തീരുക എന്ന് പറയുമ്പോൾ ക്രിസ്തു സംസാരിച്ചതുപോലെ സംസാരിക്കുവാനും ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാനും ക്രിസ്തു എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തോ അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനും നാം ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് ഇത്തരണത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയതുകൊണ്ട് ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുവാൻ നാം അലസരായി തീരരുതേ എന്ന് ഇത്തരണത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നത്,
ദൈവവചനത്തിലെ സത്യങ്ങളെ മറ്റുള്ളവരോട് പറയുക, ക്രിസ്തുവിന്റെ വാക്കുകളെ അനുസരിച്ച് അവിടുത്തെ സ്നേഹത്തിൽ തുടരുക, ക്രിസ്തുവിനോട് നാം കാണിക്കുന്ന സ്നേഹത്തിൽ അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ അവിടുന്ന് എത്ര നിർബന്ധിക്കുന്നുവെന്ന് അവരോട് പറയുക. അവിടുന്ന് ഇത് ചെയ്യുന്നത് നാം അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ നിർബന്ധിക്കുവാനല്ല, തന്റെ പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അവിടുന്ന് അറിയുന്നതിനാലാണ്. തന്റെ ക്ഷണം കേൾക്കുന്ന ഓരോ ആത്മാവും അതേ ക്ഷണം മറ്റുള്ളവർക്കും നൽകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം വളരെ ധന്യമായ സമ്മാനങ്ങൾ പ്രാപിക്കണം. ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നതിലൂടെ നാം അടിമ ബന്ധത്തിലായി പോവുകയല്ല എന്ന് അവിടുന്ന് അറിയുന്നുണ്ട്. അതിനാൽ നാം ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ സ്വതന്ത്രരാക്കപ്പെടുകയാണ്. അവയെ ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. സങ്കീർത്തനങ്ങൾ 19:11 പറയുന്നു, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് മഹാപ്രതിഫലമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ടെന്ന് ദൈവവചനം പറയുന്നു. ആയതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ സകലവും സഹിക്കുവാനും ക്ഷമിക്കുവാനും സകലവും പ്രാപിച്ച് സകലത്തിന് ഉടമസ്ഥാവകാശികളായി തീരുവാനും ദൈവം നമ്മളെ വിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കളെ, ഈ പ്രഭാതം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ, നഗ്നതയോ, ഉപദ്രവമോ? ആമീൻ. ദൈവ സ്നേഹത്തിൽ നിന്നും ഇതിനൊന്നും നമ്മെ വേർപിരിപ്പാൻ കഴിയുന്നതല്ല. ആയതുകൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ ജീവിത നിഷ്ഠ പാലിച്ചുകൊണ്ട് ശരിയായ നിലയിൽ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ക്രിസ്തുവിനെ പോലെ കൃത്യമായ ഒരു നല്ല ജീവിതം ഉയർത്തി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധന്യമായ നിമിഷത്തിൽ എന്നെ കേട്ട എവരോടുമുള്ളതായ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന ദൈവമേ, ഈ പ്രഭാതം അവിടുന്ന് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ക്രിസ്തുവിനെ പോലെ ജീവിപ്പാൻ, ക്രിസ്തുവിനെ പോലെ ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവരുമായി ഇത് ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരും അവിടുന്ന് സഹായിക്കണമേ. മാനുഷികമായ എല്ലാ കുറവുകളെയും ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ ജീവിപ്പാനിടങ്ങളെ ഒരുക്കണം. സകല നന്മകളാൽ നിറയ്ക്കണം. വരവിനായിടങ്ങളെ ഒരുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തില് ഏറ്റവും താഴ്മേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ ഞങ്ങളെ ശ്രവിച്ച എല്ലാ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല പ്രഭാതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.